ഇതുപോലെ ഏത്തപ്പഴമൊക്കെ പഴുത്ത് പോയി കഴിഞ്ഞാൽ പുഴുങ്ങിയാലും ഇവിടെ കഴിക്കാൻ വലിയ മടിയായിരിക്കും കേട്ടോ. എന്താ ഭയങ്കര മധുരവും ഒക്കെ ആയിരിക്കും, നമുക്കാണെങ്കിലും കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കുമ്പിളപ്പം, നമ്മളെന്താ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയമാകുമ്പോഴത്തേക്കും ചക്കപ്പഴം വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കത്തില്ല, അതുപോലെ തന്നെ ഏത്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. ഏത്തപ്പഴം ഇങ്ങനെ ഒരു അപ്പച്ചമ്പിൻ്റെ തട്ടിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലിട്ട് ഏത്തപ്പഴവും പഞ്ചസാരയും ഏലക്കായും ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്നതിനകത്തേക്കും കുറച്ച് തേങ്ങാക്കൊത്തും കപ്പലണ്ടിയൊക്കെ കൂടെ നെയ്ക്കകത്ത് വറുത്ത് ചേർക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും ഒരു ശകല ഉപ്പും പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുമ്പിളപ്പം ഒക്കെ ഉണ്ടാക്കുന്നത് സാധാരണ ഇടനേലയ്ക്കകത്താണ് കേട്ടോ. ഇവിടെ ഇടനേല എന്നാണ് പറയുന്നത്, പല നാട്ടിലും പല പേരാണല്ലോ. അതിനകത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ ആണല്ലോ. അപ്പം ഇടനേല ഇങ്ങനെ കുമ്പിൾ